ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ ആയല്ലോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. മടിയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടെങ്കിലും വീഡിയോസ് ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ടപ്പ് ആക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, എന്നെപ്പോലെ സ്റ്റോപ്പ് ആക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റോപ്പായിട്ട് ഭയങ്കര സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നൈറ്റ് റൊട്ടീൻ എങ്ങനെ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റിയത് ആ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഇട്ടിട്ടില്ല. ലെറ്റ്സ് സീ ദ വീഡിയോ. രാത്രി ഞാൻ ഫസ്റ്റ്ലി ഫോക്കസ് ആക്കാറ് നിസ്കാരമാണ്. ഓഫീസ് കഴിഞ്ഞ ഉടനെ തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അപ്പോൾ അത് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഓതിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടീസിലേക്കൊക്കെ പോവാറ്. അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് അധികം ഉണ്ടായിരുന്നില്ല. ഉണങ്ങാനൊക്കെ ആണെങ്കിലും പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ വിരിച്ചിട്ടേക്കാണ്, വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തുണിയൊക്കെ മടക്കി വെച്ച് സൈഡായപ്പോഴത്തേക്കും എൻ്റെ മാമിയും വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയുടെ ആങ്ങള, രണ്ടാമത്തെ ആങ്ങളയാണ്. മൂത്ത ആങ്ങൾ 2-3 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മച്ചിയുടെ രണ്ടാമത്തെ ആങ്ങള. അപ്പോൾ അതാണ് കേട്ടോ 2 മക്കൾ. അപ്പോഴത്തേക്കും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയാണ്. നിങ്ങൾക്ക് എന്തോരം വിസിബിൾ ആവേണ്ടെന്ന് അറിഞ്ഞൂടാ. നല്ല മഴയുണ്ട്. ഞങ്ങൾ അപ്പുറത്താണ് വണ്ടിയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടാർപ്പ പൊട്ടി താഴത്തേക്ക് ആടി. അപ്പോൾ വണ്ടികളൊക്കെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കാണ്. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. മഴ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൈം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചാച്ചി കട അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവരിറങ്ങി. അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലീനിങ്ങിന് കയറിയത്. അധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഫുഡൊക്കെ കഴിച്ചത് മറ്റേ നമ്മുടെ പേപ്പർ പ്ലേറ്റിലായിരുന്നു. അതുകൊണ്ട് അധികം അങ്ങനെ കഴുകാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിടക്കുന്നതിന് മുമ്പ് നല്ലോണം വെള്ളം കുടിക്കണം. ഞാൻ അങ്ങനെ ഡെയിലി കുടിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ്. അങ്ങനെ അടുക്കളയിലെ പരിപാടികളൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, എനിക്ക് കിടക്കുന്നതിന് മുൻപ് നല്ലോണം മുടിയൊക്കെ കെട്ടി ഇതുപോലെ ആക്കിയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്താണോ ഉറക്കം വരില്ല. അങ്ങനത്തെയൊക്കെ ചെറിയ ഓരോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്യാനിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇഷ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരൊക്കെ ആയിട്ട് ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഇഷ നിസ്കരിക്കുന്നതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ നൈറ്റിലെ കുറച്ച് സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ്.